ആർക്കു വേണ്ടിയുള്ള ഭരണം? ഈ ഭരണ നിർവഹണത്തിന്റെ പരിണത ഫലം എന്താ? ദാരിദ്ര്യവൽക്കരണമാണ്. കടുത്ത ദാരിദ്ര്യവൽക്കരണത്തിലേക്ക് നീങ്ങും. കൃത്യമായ ധാരണകളുടെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ സമ്പദ്ഘടനയെ രൂപകൽപ്പന ചെയ്യുന്നതെങ്കിൽ അത് പാവങ്ങൾ അനുഭവിച്ചു തീർക്കണം. ഇപ്പൊ വാർഷിക ബജറ്റ് കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചില്ലേ? ഭയങ്കര ആനുകൂല്യം. ആർക്കാ? ഒരു മാസം 1 ലക്ഷം റുപ്യെങ്കിലും വരുമാനമുള്ള ആൾക്ക്. ഈ കൂടിയാൽ എത്ര ആക്കുണ്ട്? നമ്മളിപ്പോ ഈ സമരത്തിൽ വന്ന ആൾക്കാരുണ്ടല്ലോ, എത്ര ആൾക്ക് ഈ 1 ലക്ഷം റുപ്യ ഒരു മാസം വരുമാനമുണ്ട്? അവരെ പ്രിയപ്പെട്ട ഗവൺമെന്റാ നരേന്ദ്രമോദിയെ. എല്ലാ പത്രക്കാരും വലുതാക്കി എഴുതി. വലുതാക്കി എഴുതി. ഇവിടെ വന്നിക്കുന്ന പത്രക്കാർക്കാർക്ക് 1 ലക്ഷം കിട്ടുന്നുണ്ട? കിട്ടുന്നില്ല. നേരെ മുതലാളിമാര് പറയാം നന്നാക്കി പറഞ്ഞോ നന്നാക്കി പറഞ്ഞോ നന്നാക്കി പറഞ്ഞോ. അവർ നന്നാക്കി പറഞ്ഞോണ്ടിരുന്നു. ഇവർക്കില്ലട്ടാ, ആ സാധുക്കില്ല. ആർക്കെങ്കിലും കിട്ടിയോ? സാധാരണക്കാരന് കിട്ടിയോ? ഒരു മാസം 5000 റുപ്യയുടെ ആനുകൂല്യമാണ് അതിൽ കിട്ടിയവർക്ക്. അത് ആർക്കാ? 1 ലക്ഷത്തിലേറെ വരുമാനമുള്ളവർക്ക്. അവരെത്ര പേരുണ്ട് ഇന്ത്യയില്? 1.3%. 1.3% വരുന്ന 1 ലക്ഷത്തിലേറെ വരുമാനമുള്ളവർക്ക് നികുതി ഇളവ്. ആ നികുതി ഇളവ് കൊടുക്കുമ്പോ ഇപ്പൊ ഇവിടെ ഒരു പുതിയ സമ്പ്രദായമുണ്ട്, GST, നികുതി പിരിവിന്റെ സമ്പ്രദായം. ആ GSTയുടെ പരിധിയിലേക്ക് നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ വാങ്ങുന്ന നിത്യോപയോഗ സാധനങ്ങള്, അരി, പഞ്ചാര, ചായപ്പൊടി, മുളക് എന്നിട്ട് നമ്മൾ വാങ്ങുന്ന എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില നികുതി GST പട്ടികയിൽ മേലക്ക് കയറ്റി. സംഗതി മനസ്സിലാവുണ്ടോ? GST പട്ടികയിൽ നമ്മൾ വാങ്ങുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില 28% കയറ്റിയാൽ എന്താ സംഭവിക്കുക? ഓരോരുത്തരും സാധനം വാങ്ങുമ്പോൾ അത് കൊടുക്കണം. ഇപ്പോ ഗൃഹോപകരണം, നമ്മളൊക്കെ വീടുണ്ടാക്കുമല്ലോ, ഗൃഹോപകരണങ്ങളുടെ മേഖലയിൽ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ GST 28% 10 ലക്ഷം റുപ്യക്ക് വീട് പണിയാൻ തീരുമാനിച്ച ആള് 12,80,000 റുപ്യ ചെലവാക്കണം. അങ്ങനെയാ പരിപാടി. അപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മളെ പോക്കറ്റിൽ നിന്ന് അധികം പൈസ ഓടിക്കുന്നത് പാവങ്ങളെ പോക്കറ്റിൽ. പാവങ്ങളുടെ പോക്കറ്റിലേക്ക് ഒരു കൈ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. പാവങ്ങളുടെ പോക്കറ്റിലേക്ക് കൈ വെച്ചിട്ട് ഇപ്പോ GSTയുടെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് നികുതി പിരിവിൽ ഈ ആദായ നികുതി മേഖലയിൽ 1 ലക്ഷം കോടി റുപ്യയുടെ ആനുകൂല്യം കൊടുക്കുകയും GST വർധനവിലൂടെ 2,85,000 കോടി റുപ്യയുടെ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ആർക്കാ നഷ്ടം? പാവങ്ങൾക്കാണ്. ഇതാണ് നരേന്ദ്രമോദി. പാവങ്ങളുടെ മേലെ അധിക നികുതി, പണക്കാരന് നികുതി സൗജന്യം. അതാണ് നരേന്ദ്രമോദി. ആ നിലപാട് സ്വീകരിച്ചാൽ എന്നെങ്കിലും ഈ പാവങ്ങളുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുമോ? 30 കോടി ഏറ്റവും പാവപ്പെട്ടവർ, ദിവസവും പട്ടിണി കിടക്കുന്നവരുടെ ലോകരാജ്യമാണ് ഇന്ത്യ. 30 കോടിയാണ്. 30 കോടി പറഞ്ഞാൽ ഇന്ത്യയും നമ്മുടെ ചൈനയും കഴിഞ്ഞാൽ 30 കോടി ജനസംഖ്യയുള്ള രാജ്യം തന്നെ ലോകത്ത് കുറവായിരിക്കും, അത്യപൂർവമായിരിക്കും. പല രാജ്യങ്ങളുടെയും ജനസംഖ്യയുടെ 3-4 ഇരട്ടിയാണ് ഇന്ത്യയിലെ പട്ടിണിക്കാർ. ആ നിലയ്ക്കുള്ള ദാരിദ്ര്യവൽക്കരണം ഇവിടെ നടക്കുകയാണ്. എത്ര വലിയ ജനവിരുദ്ധതയാണ് ഇവരുടെ ഓരോ നയത്തിലും നിങ്ങൾ കണ്ട്. കോർപ്പറേറ്റ് മുതലാളിമാർക്കുള്ള നികുതി ആനുകൂല്യങ്ങളല്ലേ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്? അവരുടെ നികുതി വെട്ടിക്കുറയ്ക്കില്ലേ? 30% ഉണ്ടായിരുന്ന 24% 6% വെട്ടിക്കുറച്ചു. നികുതി ആർക്കാ ലാഭം ഇവിടെ കൂടുതൽ ഉണ്ടാക്കുന്നത്? കച്ചവടത്തിലൂടെ ലാഭം മുഴുവൻ ഉണ്ടാക്കുന്നത് ഈ മുതലാളി. ആ മുതലാളിയെ വിളിച്ച് കേന്ദ്ര ഗവൺമെന്റ് പറയാണ് ലാഭം നന്ന പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി, ഞങ്ങൾക്ക് വേണ്ട. ഉദാര മനസ്കർ അവിടെ ഇരിക്കുകയാണ്. RSS ആണ് പിന്നിലേ, മുന്നിലാണ് മോഡി. രണ്ടും കൂടി ചേർന്നാൽ ജനവിരുദ്ധത പൂർണ്ണവും. ആ ജനവിരുദ്ധത അതിസമ്പന്ന വിഭാഗത്തിന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണ് പ്രാവർത്തികമാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടല്ലേ ദാരിദ്ര്യത്തിന്റെ വർധനവ്? ഏതെങ്കിലും ഒരു മേഖലയിൽ പുരോഗതി കാണുന്നുണ്ടോ? വിദ്യാഭ്യാസ രംഗത്തുണ്ടോ? ആരോഗ്യ രംഗത്തുണ്ടോ? കാർഷിക രംഗത്തുണ്ടോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1 ദശാബ്ദം കൊണ്ട് ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടിയ നമ്മുടെ രാജ്യം അഗാധമായ കാർഷിക പ്രതിസന്ധിയിലേക്കാണ് ഇപ്പൊ ചെന്നെത്തുന്നത്. ഭക്ഷ്യ സ്വയം പര്യാപ്തത പോലും നശിപ്പിക്കപ്പെടും എന്നിടത്തേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. കർഷക വിരുദ്ധമായ നിലപാടുകളാണ്.